Hallelujah. Hallelujah. Praise Jesus. Hallelujah. Hallelujah. Praise Jesus. Hallelujah. സന്തോഷത്തോടെ ഹാലലൂയ ഹാലലൂയ. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവം നൽകിയ നന്മകളെ ഓർത്തുകൊണ്ട്, ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസമായ ഈ ശനിയാഴ്ച രാത്രിയിൽ ആമേൻ, ഈ ഒരാഴ്ച കാലം ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട. ഓരോ ദിവസവും ഹാലലൂയ. കഴിഞ്ഞ ഞായറാഴ്ചയുടെ പ്രാരംഭ ആമേൻ ദിവസം, ആ പ്രാരംഭ നിമിഷം മുതൽ ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ഞായറാഴ്ച ആമേൻ, ഈ 9 മണി അടുത്ത സമയം വരെയും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ. ഫേസ്ബുക്ക് പേജിലൂടെ, ഫേസ്ബുക്ക് ലൈവിലൂടെ ഹല്ലേലൂയ തുടർമാനമായി ആമേൻ കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് അടിയന് നൽകിയ കൃപയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിവിധ പേജിലൂടെ, വിവിധ അക്കൗണ്ടിലൂടെ, ആമേൻ സൂമിലൂടെ ഒക്കെ അനേകര് ദൈവവചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ഒരു നേരം പോക്കായി, ഇതൊരു ചടങ്ങായി ആമേൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. ദൈവാത്മാവിന്റെ നിയോഗം ഏറ്റെടുത്ത് കർത്താവ് നൽകിയ ആ കൃപയ്ക്ക് ഒത്തവണ്ണം ദൈവം നൽകുന്ന സന്ദേശമാണ് ആമേൻ തുടർമാനമായി ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അത് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിശ്ചയമായും ആമേൻ അത് അനേകർക്ക് അനുഗ്രഹമായി തീരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലിലും ചില പ്രിയപ്പെട്ടവർ ആമേൻ വിളിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അനേകര് ഓരോ ദിവസവും ആമേൻ മെസ്സേജ് അനുഗ്രഹമായി തീരുന്നു, പ്രാർത്ഥന അനുഗ്രഹമായിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അല്പം മുമ്പും കൂടെ ആമേൻ ഫേസ്ബുക്കിലൂടെ വചനം ശ്രവിച്ച പ്രിയപ്പെട്ടവർ വിളിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിലും സർവകൃപാലുവായ ദൈവം നമുക്ക് നൽകിയ ഈ അവസരത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കരങ്ങളെ തട്ടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ കാലങ്ങളായി നമ്മെ വിളിച്ച് വേർതിരിച്ചു. അവിടുത്തെ മക്കളും പ്രിയ മക്കളും ശുശ്രൂഷകന്മാരുമാക്കി തീർത്തിരിക്കുന്നു. ആ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഞാൻ എൻ്റെ പേജ് ആമേൻ ശ്രദ്ധിച്ചപ്പോൾ ആമേൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ ആമേൻ ഈ മെസ്സേജ് ശ്രമിക്കുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ അത് കേരളത്തിലും കേരളത്തിന്റെ അകത്തും വെളിയിലും ഇന്ത്യക്കകത്തും പുറത്തും ലോക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് അനേകര് ഈ സന്ദേശം ശ്രവിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നാം ഒരുമിച്ചാണ് ആമേൻ കർത്താവിനെ ശുശ്രൂഷിക്കുന്നത്. ഇന്ന് രാത്രി നാം ഒരുമിച്ച് പാടുമ്പോൾ, ഒരുമിച്ച് കർത്താവിന്റെ വചനം ആമേൻ ശ്രവിക്കുമ്പോൾ ഹല്ലേലൂയ അന്ധകാര മണ്ഡലങ്ങൾ ആമേൻ നാം ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ തകർന്നു വീഴുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ അതെ നാം ഒരപ്പന്റെ മക്കൾ എന്ന നിലയിൽ ഹല്ലേലൂയ ആമേൻ അതെ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഞാനും നിങ്ങളും ഹല്ലേലൂയ അവിടെ ഇവിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആമേൻ ഈ ലൈവിലൂടെ ഒരുമിച്ച് പാടുമ്പോൾ ഹല്ലേലൂയ ഞാനായിരിക്കുന്ന പാലക്കാട്, അതെ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ജില്ലകൾ, സ്റ്റേറ്റുകൾ, അതെ രാജ്യങ്ങൾ എവിടെയായിരുന്നാലും നാം ഒരുമിച്ച് ഈ സമയം ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, ഒരുമിച്ച് പാടി ആരാധിക്കുമ്പോൾ, ദൈവവചനം സൂക്ഷിക്കുമ്പോൾ അന്ധകാര മണ്ഡലങ്ങൾ ഇതിനിടയിൽ അതെ തകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി സന്തോഷത്തോടെ ആമേൻ നന്ദിയുള്ള ഹൃദയത്തോടെ ഈ ഒരാഴ്ച അല്ല കർത്താവ് വിളിച്ചു വേർതിരിച്ച നാളെ മുതൽ ഇന്ന് വരെ ദൈവം അത്ഭുതകരമായി അതിശയകരമായി നടത്തിയെങ്കിൽ അതോർത്ത് ഇന്ന് രാത്രി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. ആരും മൗനമായിരിക്കാതെ എല്ലാവരും ആദരം തുറന്നുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ തയ്യാറാകട്ടെ. ശ്രുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴു സാന്നിധ്യവുമായി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായിരിക്കുന്ന ദൈവം ആമേൻ ഞാനും നിങ്ങളുടെ ആയിരുന്നെടുത്ത് കാല് കല്ലിന്മേൽ തട്ടാതെ കണ്ണിനെ കണ്ണിനയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നല്ലോ. നമ്മുടെ മാതാപിതാക്കളായിരുന്നെടുത്ത് ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്നെടുത്ത് ആമേൻ നമ്മുടെ ജീവിത പങ്കാളികളായിരുന്നെടുത്ത്
ആമേൻ നമ്മെ സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ ആമേൻ ആ കരുതൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആ വിശ്വസ്തത, ഹല്ലേലൂയ, അതേ തിരിച്ചറിയുന്നവർ അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ആമേൻ പറഞ്ഞ്, ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞ് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്, ഹല്ലേലൂയ, ഓഹോ റവല ശംഖരേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഓ നന്ദി യേശുവേ, ഹല്ലേലൂയ. ഓ എത്രയോ കുഞ്ഞുങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, എത്രയോ മാതാപിതാക്കൾ മാറ്റപ്പെടും, ആമേൻ, എത്രയോ യൗവനക്കാർ മാറ്റപ്പെടും, ഹല്ലേലൂയ. ഓ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം സൂക്ഷിച്ചല്ലോ, നമ്മുടെ മാതാപിതാക്കളെ ദൈവം സൂക്ഷിച്ചല്ലോ, നമ്മുടെ കൂടപ്പുറപ്പിനെ ദൈവം സൂക്ഷിച്ചല്ലോ, ഹല്ലേലൂയ. ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ആമേൻ നമ്മെ പിടിച്ചു നടത്തിയെങ്കിൽ ശത്രു ആമേൻ വൈരി ആമേൻ നമ്മുടെ തകർച്ച കാണുവാൻ, ഹല്ലേലൂയ, ദേശത്തെ നമ്മെ നിന്ദിച്ച് ആമേൻ അതെ തരം താഴ്ത്തുവാൻ, ഹല്ലേലൂയ, നോക്കിയപ്പോൾ ശത്രുവിനെ മിണ്ടാതാക്കി ദൈവം അതെ ശത്രുക്കളുടെ മുമ്പാകെ വൈരിയുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവം ജീവിക്കുന്നുവെന്ന് നമ്മളിലൂടെ ദേശം ആമേൻ കാണത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, അതേ തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ദൈവം ഇന്ന് രാത്രിയിലും ആമേൻ നമ്മുടെ നടുവിലുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, ഈ ഒരാഴ്ച മുഴുവനും അത്ഭുതകരമായി അതിശയകരമായി അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഈ രാത്രി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിലും അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങൾ എണ്ണത്തിൽ ആരും കുറയാതെ കണ്ട് എല്ലാവരെയും അവിടെ ഇവിടങ്ങളിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ കരുണയ്ക്കായി നന്ദിയോടെ ഞാനങ്ങ് വാഴ്ത്തുന്നു, ഞാനങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രിയിലും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ അടിയന് കൃപ നൽകിയാട്ട് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് ശക്തീകരിക്കണമേ. രോഗികളായി ആരെങ്കിലും ഇന്ന് രാത്രി കർത്താവെ ഈ ലൈവിൽ അതേ വചനം ശ്രവിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അവരിൽ വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്ത പരിശുദ്ധാത്മാവം ദൈവം കൂടിയിരിക്കണം. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടത്തേക്ക് മാത്രം അർപ്പിക്കട്ടെ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ അടിയന് കൃപ നൽകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. ആമേൻ. ഇന്ന് രാത്രി ഈ ലൈവിലായിരിക്കുന്നവർ, ആമേൻ, ഈ ശുശ്രൂഷയിൽ സന്തോഷമുള്ളവർ, ഈ ശുശ്രൂഷയോട് സഹകരിക്കുന്നവർ, ഹല്ലേലൂയ, ആമേൻ, ദയവായി അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആമേൻ ലൈവ്, ആമേൻ, അതേ പ്രോഗ്രാം, ആമേൻ, ഈ മെസ്സേജ്, ആമേൻ, ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായി തീരുന്നെങ്കിൽ നിശ്ചയമായും ഇപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഷെയർ ചെയ്യുവാൻ തയ്യാറാകുക. ആമേൻ. നിങ്ങളോടൊപ്പം ഹല്ലേലൂയ ചില പ്രിയപ്പെട്ടവർ ഇത് വീക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായിരിക്കും. ഒരു പക്ഷേ ഒരു വാക്കായിരിക്കാം, ഒരു വചനമായിരിക്കാം, ഹല്ലേലൂയ, ഒരു പാട്ടിന്റെ ആമേൻ വരികളായിരിക്കാം, ഒരു വ്യക്തിയെ അതെ സ്പർശിക്കുവാൻ തക്കവണ്ണം ഇടയായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ആമേൻ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആരാധിക്കാം പരിശുദ്ധരേ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധരേ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം.
ആരാധിക്കാം പരിശുദ്ധരേ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ, ആരാധിക്കാം പരിശുദ്ധരേ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കു യോഗ്യനായ യേശുവേ ആരാധിക്കാം, സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ആമേൻ. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിക്കാം. ചെറുപാടേ വല്ലഭനാം യേശുവേ ആരാധിക്കാത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. ഒരിക്കൽ കൂടെ ആരാധിക്കാത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. യെരിഹോ മതിൽ വീണിടും. ആമേൻ. അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിച്ച യെരിഹോ മതിൽ വീണിടും. ആമേൻ. അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടി ശക്തിയോടെ ഉയർത്തിടാം യേശുനാമം. ആമേൻ. ഹല്ലേലൂയ പാടി ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിക്കാം. വല്ലഭനാം യേശുവേ ആരാധിക്കാം. സമകാലത്തുമെന്നേ ക്ഷേമമായി പോറ്റിടുന്ന. ഒരിക്കൽ കൂടെ സമകാലത്തുമെന്നേ ക്ഷേമമായി പോറ്റിടുന്ന യേശുവിൻ കരുതലിനാ സ്തുതികൾ മുഴക്കിടാമേ. ആമേൻ. യേശുവിൻ കരുതലിനായി സ്തുതികൾ മുഴക്കിടാമേ. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുവിനെ. ആമേൻ. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിക്കാം. വല്ലഭനാം യേശുവേ ആരാധിക്കാം. മനസ്സു തളർന്നിടുമ്പോൾ ശക്തിയെ നിറച്ചിടും. ആമേൻ. മനസ്സു തളർന്നിടുമ്പോൾ ശക്തിയെ നിറച്ചിടും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ വർണ്ണിക്കും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ വർണ്ണിക്കും. ആമേൻ. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ആമേൻ. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിക്കാം. ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിക്കാം. ആമേൻ. ആരാധിക്കാം പരിശുദ്ധരേ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആമേൻ. ആരാധിക്കാം പരിശുദ്ധരേ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ
ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലവനാം യേശുവേ ആരാധിച്ചാർത്തിടാം, വല്ലവനാം യേശുവേ ഹല്ലേലൂയ. ഈ ആഴ്ചയുടെ ഈ ഒടുവിലത്തെ ദിവസം, ഈ രാത്രി നമ്മുടെ കർത്താവിനെ പാടി ആരാധിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവകൃപയോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഒരിക്കൽ കൂടെ ആ കരങ്ങളടിച്ച് കർത്താവിന് മകൾക്ക് കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വചനം ആമേൻ ധ്യാനിക്കുവാനായി, വചനം ശ്രവിക്കുവാനായി ഈ ലൈവിൽ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സകല ബുദ്ധിയും കഴിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം നമ്മെ നിറപ്പാൻ, ദൈവം നമ്മെ ശക്തീകരിപ്പാനിടയായി. ഹല്ലേലൂയ. ഏത് വേദനയുടെ നടുവിലും, ഏത് പ്രതികൂലത്തിന്റെ നടുവിലും നമ്മെ അകറ്റി നിർത്തി, നമ്മെ നിന്ദിച്ച് നമ്മുടെ തകർച്ച കാണുവാൻ നോക്കി നിൽക്കുന്ന ആമേൻ കണ്ണുകളുടെ മുമ്പിൽ ഹല്ലേലൂയ എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് പറഞ്ഞ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ തന്റെ മക്കളുടെ കണ്ണുനീര് കണ്ട് മാറിപ്പോകാതെ ഹല്ലേലൂയ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി വന്ന് സങ്കേതമായി കോട്ടയായി ഹല്ലേലൂയ ആ കുഴഞ്ഞ ചേച്ചിൽ കിടന്ന ഭക്തന്റെ കരം പിടിച്ച് ആ സുസ്ഥിരമായ പാറമേൽ ഉയർത്തി നിർത്തിയ ആ ദൈവം ഹല്ലേലൂയ തന്റെ മക്കളുടെ കരം പിടിച്ചുയർത്തുവാൻ ഇന്നും ശക്തിയുള്ളവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആമേൻ സകല ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുവാൻ ഉതകുന്ന ഉൾനട്ട ജീവന്റെ വചനം ഹല്ലേലൂയ അതിന്റെ ശക്തിയോടെ വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ പ്രാർത്ഥനയോടായിരിക്കുന്നവർക്കും ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി പിന്നെയും അനുഭവിച്ചറിയുവാൻ നമ്മുടെ തീരുമല്ലോ. ഹല്ലേലൂയ. ദൈവസന്നിധിയിലായിരിക്കുന്ന ആമേൻ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവകൃപാലുവായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ആമേൻ വായിക്കുന്നു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ഇന്ന് രാത്രിയിലെ ആമേൻ വചന ശുശ്രൂഷയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ്: എഴുതിയ വാക്കിന് ശ്രദ്ധ നൽകുക. എഴുതിയ വാക്കിന് ശ്രദ്ധ നൽകുക. ആമേൻ. വായിക്കാം. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സത്യ വേദ പുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ നിയമവും പുതിയ നിയമവുമായി രണ്ടായി തിരിച്ചിരിക്കുന്ന ഈ സത്യ വേദ പുസ്തകത്തിനകത്ത് ആമേൻ എഴുതിയിരിക്കുന്ന വസ്തുതകളെ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു വളരെ ഇമ്പോർട്ടന്റ് ഉള്ളതായി, വളരെ ഗൗരവമായി ആമേൻ എടുത്ത് ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനം എഴുതപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിനാൽ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് ആത്മനിയോഗത്തോടെ ദൈവം അനുവദിച്ച അഭിഷക്തന്മാരാൽ എഴുതിയ വചനം ഇന്ന് രാത്രി വളരെ ശ്രദ്ധ ആമേൻ കൊടുക്കുന്നവർ ഹല്ലേലൂയ അത് ഇമ്പോർട്ടന്റ് ആയി കാണുന്നവർ ഹല്ലേലൂയ ദേശത്ത് ആമേൻ ഉയർച്ച പ്രാപിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എഴുതിയ വാക്കിന് ശ്രദ്ധ നൽകുക. ഹല്ലേലൂയ. യേശു അവനോട്, ആരോടാണ്? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആരാണ് അവൻ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 40 രാവും 40 പകലും ഉപവസിച്ച്
ആമേൻ, ആത്മസാന്നിധ്യത്തിന്റെ നിറവിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ ദൈവം തെരഞ്ഞെടുക്കുന്ന ശിഷ്യന്മാർ, ഹല്ലേലൂയ, കർത്താവുമായി ഒരുമിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം തയ്യാറാകുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, കർത്താവ് ദൈവസന്നിധിയിൽ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതെ, പരീക്ഷകൻ അടുത്തു വന്നു. ഹല്ലേലൂയ. ആരാ പരീക്ഷകൻ? അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 4-ാം അധ്യായം 1 മുതൽ 1 വായിക്കാം, വേഗം വായിക്കാം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം 40 പകലും ഉപവസിച്ചതിന് ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തിരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. നോക്കണേ, ഉപവാസിക്കാതെയും പ്രാർത്ഥിക്കാതെയും ലോകപ്രകാരം ദുഷ്ടന്മാരുടെ കൂടെ സമയം ചെലവഴിച്ചവന്റെ അടുത്തല്ല, പാപികളുടെ കൂടെ ആമേൻ സമയം ചെലവഴിച്ചവന്റെ അടുത്തല്ല, പരിഹാസികളുടെ കൂടെ സമയം ചെലവഴിച്ചവന്റെ അടുത്തല്ല പരീക്ഷകൻ അല്ലെങ്കിൽ പിശാച് അടുത്ത് വന്നത്. ആമേൻ, ആത്മാവുള്ളവന്റെ, ആമേൻ, ഉപവസിച്ചവന്റെ, പ്രാർത്ഥിച്ചവന്റെ, ആമേൻ, അടുകയിലാണ് ആമേൻ പിശാച് വന്നത്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, സ്നാനപ്പെട്ട ദൈവവൈതലേ, ദൈവകൃപയിൽ ആയിരിക്കുന്ന അഭിഷക്തനെ, മാതാവേ, പിതാവേ, കുഞ്ഞേ, സഹോദര, സഹോദരി, ആമേൻ, അതെ, തകർക്കാനും മുടിക്കാനും അറപ്പാനും അല്ലാതെ അവൻ വരുന്നില്ല. ഹല്ലേലൂയ. നോക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാനിൽ സ്നാനപ്പെട്ടതിന് ശേഷം, ഹല്ലേലൂയ, അതെ, പരിശുദ്ധാത്മാവ് പ്രാവന്നതുപോലെ അവന്റെ മേൽ ഇറങ്ങി വന്ന് അവൻ ആത്മ സാന്നിധ്യത്തിന്റെ നിറവിലായിരിക്കുമ്പോ, ഹല്ലേലൂയ, അടുത്ത ആമേൻ ഒരു ദൈവ പ്രവൃത്തി തന്നിലൂടെ, താൻ തെരഞ്ഞെടുക്കുന്നവരിലൂടെ ദൈവ നാമ മഹത്വത്തിനു വേണ്ടി ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന്, ആമേൻ, അതെ, തുടക്കമെന്നോണം ആമേൻ അതെടുത്ത ഒരു ദൈവ മഹത്വം, അടുത്ത ഒരു ദൈവ പ്രവൃത്തി ആമേൻ വെളിപ്പെടുന്നതിന് മുന്നോടിയായി ദൈവസന്നിധി 40 രാവും 40 പകലും ഉപവസിക്കുന്ന യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആത്മനിറവിൽ ആത്മാവിന്റെ നിയോഗത്തോടെ അടുത്ത ആമേൻ ഒരു ദൈവ പ്രവർത്തിക്കായി ആമേൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അതെ, തന്നോട് ചേർന്ന് നിന്ന് അതെ ശുശ്രൂഷിക്കുന്ന ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, ആമേൻ, അതെ, താൻ ചെയ്യുന്ന ആ പ്രവൃത്തി തന്നിൽ വിശ്വസിക്കുന്നവരെ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം അതെ തയ്യാറാകുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് വ്യക്തമായ ഒരു ധാരണ, വ്യക്തമായ ഒരു കാഴ്ചപ്പാടി അടുത്ത ഒരു ലെവലിലേക്ക് ആമേൻ അതെ മൂവ് ചെയ്യുവാൻ, ഹല്ലേലൂയ, ദൈവത്താൽ അതെ നിയുക്തനായി അതെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവകൃപ പ്രാപിച്ചും ദൈവവചനത്തിന്റെ ആ ആഴങ്ങളിൽ, ഹല്ലേലൂയ, അതെ നിൽക്കുമ്പോൾ ആമേൻ പിശാച് അടുത്ത് വന്നു. ഹല്ലേലൂയ. അടുത്ത് വന്നിട്ട് പറയുകയാണ് കല്ലിനോട് അപ്പമാകാൻ. ഹല്ലേലൂയ. അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം, നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, കണ്ടോ, ആരോടാണ്? പിശാചിനോട്.
ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നിന്നെ പരീക്ഷിക്കുവാൻ, നിന്റെ ആത്മീയത്തെ ചോദ്യം ചെയ്യുവാൻ, അതെ നീ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകത്തെ ആമേൻ അതെ ഇല്ലാതാക്കുവാൻ, ഹല്ലേലൂയ, നിനക്കെതിരെ അതെ ശബ്ദമുയർത്തുന്ന അതെ പൈശാചിക മണ്ഡലങ്ങളോട് ആമേൻ ആത്മനിറവുള്ള ആമേൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവ ശക്തി ഏറ്റെടുത്ത് നിൽക്കുന്ന യേശു കർത്താവ് ഹല്ലേലൂയ അതെ പ്രതികരിച്ചതുപോലെ ആത്മാവിൽ കത്തിരൊലിക്കുന്ന, ആത്മാവിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്ന അഭിഷക്തൻ ആമേൻ പിശാചിനോട് ആമേൻ അതെ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്കും നിനക്കും എതിരെ ശബ്ദമുയർത്തുന്ന പൈശാചിക മണ്ഡലങ്ങളോട് ആത്മനിറവിൽ നിന്നുകൊണ്ട് ആത്മാവിന്റെ അഭിഷേകത്തോടെ ദൈവവചനത്തിന്റെ അതേ നിലവാരത്തിൽ നിന്നുകൊണ്ട് അത് പൊരുതുവാൻ തക്കവണ്ണം അത് ഇടയാളാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലല്ലോ, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മ സേനകളോടുമാണല്ലോ. അതുകൊണ്ട് ദൈവജനമേ, അഭിഷേകമുണ്ടെങ്കിൽ നിനക്കെതിരെ ശത്രു അതെ പ്രബലപ്പെടും. ഹല്ലേലൂയ. നീ വചനത്തിൽ അതെ നിലനിൽക്കുന്നവനാണെങ്കിൽ നിനക്കെതിരെ ശത്രു ശബ്ദമുയർത്തും. ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ പരാജയപ്പെട്ട് അതെ ആമേൻ അത് ഒതുങ്ങിപ്പോകുവാൻ ഇടയാകാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ എഴുതിയിരിക്കുന്ന വാക്കിന് ശ്രദ്ധ നൽകണം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ആമേൻ അത് എഴുതിയ വാക്കിന് ശ്രദ്ധ കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്താ എഴുതിയ വാക്കിന് ശ്രദ്ധ കൊടുത്തത്? യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അഭിഷക്തന്മാരാൽ ആത്മനിയോഗത്താൽ എഴുതുവാൻ വെളിപ്പെടുത്തി കൊടുത്ത ദൈവവചനത്തിന്റെ അതേ വ്യവസ്ഥകൾ ആമേൻ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മുമ്പിൽ പിശാച് വിറയ്ക്കുവാൻ, പിശാച് ഓടുവാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ വചനത്തിന് വളരെ ഇമ്പോർട്ടന്റ് നമ്മുടെ കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ആമേൻ, നിങ്ങൾ മസയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ത് ചെയ്യരുത്? പരീക്ഷിക്കരുത്. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ, പഴയ നിയമ അതെ ജനതയോടുള്ള ബന്ധത്തിൽ, ഒന്നും കൂടെ പറഞ്ഞാൽ ഇസ്രയേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവർ ദൈവത്തെ മസയിൽ വെച്ച് പരീക്ഷിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ തങ്ങളുടേതായ ആമേൻ അതെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ വിഡ്ഢിത്തമോ അല്ലെങ്കിൽ അനുമാനമോ മൂലം ഹല്ലേലൂയ അതെ മനുഷ്യർ തങ്ങളുടെ ബുദ്ധിമുട്ടുകളിലേക്കും അപകടങ്ങളിലേക്കും ഹല്ലേലൂയ കാലെടുത്ത് വെക്കുന്നതായി അതെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, ഹല്ലേലൂയ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവസഭയിൽ അംഗമായിരിക്കുന്ന ഞാനും നിങ്ങളും ഹല്ലേലൂയ അതെ ആക്കൂട്ടരെ പോലെ ആകരുത്. ഹല്ലേലൂയ. ആമേൻ. തങ്ങളുടെ അതെ ബുദ്ധിമുട്ടുകളിലേക്ക് അപകടങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുന്നവരെ പോലെ ആകരുത്. ആരാണ് അങ്ങനെ കാലെടുത്ത് വെക്കുന്നത്? ഹല്ലേലൂയ. മൂഢന്മാരാണ്. ഹല്ലേലൂയ. അതെ ദൈവവുമായി ശരിയായ ബന്ധമില്ലാത്തവരാണ്, കണക്ഷൻ ഇല്ലാത്തവരാണ്. ഹല്ലേലൂയ. അതെ തങ്ങളുടെ അറിവില്ലായ്മ നിമിത്തം, ഹല്ലേലൂയ, വിഡ്ഢിത്തം നിമിത്തം, മൂഢത്വം നിമിത്തം ഹല്ലേലൂയ കാലെടുത്ത് അത് പരാജയത്തിലേക്ക് കുപ്പുകുത്തി വീഴുന്നവരെ പോലെ ആകരുത് ദൈവസഭയിലെ അംഗങ്ങളെന്ന് ആമേൻ ദൈവത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗങ്ങളായി മാറിയിരിക്കുന്ന ദൈവജനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അനുസരിക്കുവാനും ശക്തിപ്പെടുവാനും ബലപ്പെടുവാനും സന്തോഷം പ്രാപിക്കുവാനും ഉതകത്തക്ക വിധത്തിൽ ആത്മനിയോഗത്തോടെ
ആത്മാവിന്റെ നിറവോടെ ആമേൻ ദൈവം തന്റെ ദാസന്മാരെ കരങ്ങളിൽ എടുത്ത് ആമേൻ ദൈവവചനം എഴുതുവാൻ തക്കവണ്ണം ഉപയോഗിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ എഴുതപ്പെട്ട 66 പുസ്തകങ്ങൾക്കകത്ത് ആമേൻ അത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ വളരെ ശ്രദ്ധിക്കുവാനും അതനുസരിക്കുവാനും അത് ജീവിതത്തിൽ അത് അനുവർത്തിയമാക്കുവാനും ആര് തയ്യാറാകുമോ അവർ പിശാചിന്റെ മുമ്പിൽ പരാജയപ്പെടത്തില്ല. പിശാച് അവന്റെ മുമ്പിൽ വിറയ്ക്കുവാൻ, അവന്റെ മുമ്പിൽ പരാജയപ്പെടുവാൻ ഇടയായി തീരുമെന്ന് യേശു കർത്താവ് എഴുതിയിരിക്കുന്ന വചനം ഉപയോഗിച്ച് അത് പിശാചിനെ പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്നുള്ള വേദഭാഗം ഇന്ന് രാത്രി വായിച്ച് ഈ ലൈവിലൂടെ ഞാൻ നിങ്ങൾ കേൾക്കത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമുക്ക് നൽകി തന്നിരിക്കുന്നത് നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കെതിരെ ശബ്ദമുയർത്തുന്ന, നമ്മെ പരാജയപ്പെടുത്തുവാൻ വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് എതിർത്ത് നിന്ന് ജയകരമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം അതെ നമ്മളെ കരുത്തുള്ള മനുഷ്യനാക്കിയ വേണ്ടിയാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. അനുമാനവും വിശ്വാസവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സാത്താൻ അതെ ദുരുപയോഗം ആമേൻ ചെയ്ത തിരുവെഴുത്തുകളെ ആമേൻ ചെറുക്കുവാൻ യേശു ഒരു തിരുവെഴുത്ത് ശരിയായി വ്യാഖ്യാനിച്ച് അതെ പിശാചിനെ മിണ്ടാതാക്കുന്നതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, സാത്താൻ ദുരുപയോഗം ചെയ്ത തിരുവെഴുത്തുകൾ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സാത്താൻ സാക്ഷാൽ വചനമായ ക്രിസ്തുവിന്റെ മുമ്പിൽ ഹല്ലേലൂയ ആമേൻ വചനവും എടുത്ത് വന്നു നിന്ന് ഹല്ലേലൂയ പരാജയപ്പെടുത്തുവാൻ നോക്കിയപ്പോൾ ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഒരു തിരുവെഴുത്ത് ശരിയായി വ്യാഖ്യാനിച്ച് പിശാചിനെ എന്ത് ചെയ്യണം? മിണ്ടാതാക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം ആമേൻ ശരിയായ നിലയിൽ വ്യാഖ്യാനിച്ചാൽ, ദൈവവചനം ശരിയായ നിലയിൽ പ്രസംഗിച്ചാൽ, ശരിയായ നിലയിൽ പഠിപ്പിച്ചാൽ അവിടെ പിശാച് അമ്പേ പരാജയപ്പെടുവാൻ ഇടയായി തീരുമെന്ന് ആമേൻ മത്തായി സുവിശേഷം 4-ാം അധ്യായം 7-ാം വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ പഠിപ്പിക്കുന്നു. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. വചനം പഠിക്കുന്നവൻ എല്ലാ നന്മയിലും എന്ത് ചെയ്യണം? ഓഹരി കൊടുക്കണം. ഹല്ലേലൂയ. അപ്പോ വചനം പഠിച്ച് ഹല്ലേലൂയ അതെ ജീവിക്കുന്നവർക്ക് മാത്രമേ പരാജയപ്പെടാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് വാഹനം ഓടിക്കാൻ അറിയാം. ഹല്ലേലൂയ. വാഹനം ഓടിക്കാൻ അറിയാം എന്ന് പറയുന്ന ആളുകൾ ഹല്ലേലൂയ വാഹനവുമായി നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആമേൻ ഗവൺമെന്റ് ചില നിയമങ്ങൾ, റൂൾസുകൾ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വാഹനം ഓടിക്കാൻ അറിയാം എന്ന് പറയുന്ന നിരവധി ആളുകളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. ഹല്ലേലൂയ. ആമേൻ. ആൺകുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ബൈക്കായാലും കാറായാലും ആമേൻ ഓടിക്കുമ്പോൾ ആൺകുഞ്ഞുങ്ങൾ ആമേൻ അതേ പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന് അത് കണ്ട് അത് മനസ്സിലാക്കി ഓടിക്കുവാൻ അത് പഠിക്കാറുണ്ട്. ഹല്ലേലൂയ. പ്രായമാകുന്നതിന് മുമ്പ് ഇന്ത്യ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ഒരു പ്രായ പരിധിയുണ്ട്. ആ പരിധി എത്തുന്നതിന് മുമ്പ്, ആ പ്രായത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് മിക്ക ആൺകുഞ്ഞുങ്ങളും ബൈക്ക് ഓടിക്കാനും കാർ ഓടിക്കാനും ഒക്കെ പഠിക്കാറുണ്ട്. ഹല്ലേലൂയ. സ്വന്തം വാഹനമുള്ള വീട്ടുകളിലെ കുഞ്ഞുങ്ങൾ അവർക്ക് അവസരം ലഭിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾ ആ വളർന്നു വരുന്ന യുവതലമുറയെ ഡ്രൈവിംഗ് ആമേൻ പഠിപ്പിക്കുവാൻ എന്ത് ചെയ്യാറുണ്ട്? തയ്യാറാകാറുണ്ട്. പക്ഷേ ആമേൻ 18 വയസ്സ് പൂർത്തിയാകാത്ത ആമേൻ ഒരു ആൺകുഞ്ഞ് വാഹനം ഓടിച്ച് അത് നിരത്തിലൂടെ പോകുന്നത് കണ്ടാൽ ആമേൻ അത് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന നിയമം ലംഘിച്ച പോകുന്നതെന്ന് അത് നമുക്കറിയാം. ആമേൻ. കാരണം ലൈസൻസ് കിട്ടണം. ആമേൻ. ലൈസൻസ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ആമേൻ ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആമേൻ നിയമങ്ങൾ മനസ്സിലാക്കി ആമേൻ എക്സാം എഴുതി ടെസ്റ്റ് കഴിഞ്ഞ് ആമേൻ അതെ ലൈസൻസ് കയ്യിൽ കിട്ടണം. എങ്കിൽ മാത്രമേ 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ധൈര്യത്തോടെ വാഹനവുമായി നിരത്തിലൂടെ പോകാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അപ്പൊ ലൈസൻസ് ഇല്ലാതെ കണ്ട് ഡ്രൈവിംഗ് അറിയാമെന്ന് പറഞ്ഞാലും അതെ നിയമം ലംഘിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വാഹനം ഓടിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ നിയമങ്ങൾ അറിയണം.
ഹല്ലേലൂയ. അതെ 18 വയസ്സ് കഴിഞ്ഞ് അതെ നിയമങ്ങൾ അറിഞ്ഞ് ആമേൻ അതെ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കുന്ന ഒരു യൗവനക്കാരനോ യൗവനക്കാരത്തിക്കോ ഹല്ലേലൂയ ആമേൻ എവിടെയും ധൈര്യത്തോടെ എന്ത് ചെയ്യാൻ പറ്റും? വാഹനം ഓടിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. ഹല്ലേലൂയ. അപ്പം പഠിച്ചു എന്നതുകൊണ്ടായില്ല, ആമേൻ പഠിച്ചു എന്നുള്ളതിന്റെ തെളിവായി ചില മാനദണ്ഡങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഞാൻ സമയം പോക്കാൻ വേണ്ടി ആമേൻ പറഞ്ഞു എന്ന് ചിന്തിക്കരുത്. ആമേൻ യേശു എന്ന് ആമേൻ ചോദിച്ചാൽ യേശുവിനെ അറിയാം. 66 പുസ്തകങ്ങളുടെ പേരറിയാം. ആമേൻ അതെ മനപ്പാടമാ. ആമേൻ ബൈബിൾ വായിക്കാൻ അറിയാം. ഒക്കെ ശരിയാ. പല ഭാഗങ്ങളും മനപ്പാടമായിട്ട് അറിയാം. ഒക്കെ ശരിയാ. ഹല്ലേലൂയ. അതെ ദൈവവചനം ആമേൻ അതെ പൈശാചിക മണ്ഡലങ്ങളോട് ആമേൻ പൊരുതി ജയിക്കുവാൻ ഒരു മനുഷ്യനെ ശക്തിയുള്ളതാക്കി മാറ്റുന്നതാണ് ദൈവത്തിന്റെ വചനമെന്ന് പഠിച്ചാൽ പോരാ, അത് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. അതേ കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ആത്മനിറവിൽ ആയിരിക്കുമ്പോൾ പൈശാചികൻ അവന്റെ മുമ്പിൽ വന്നപ്പോൾ അവൻ പരാജയപ്പെടാഞ്ഞത് ആമേൻ വചനം അത് പഠിച്ചത് കൊണ്ടല്ല, അവൻ വചനമായിരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വചനം പ്രസംഗിക്കുവാൻ വേണ്ടി മാത്രമല്ല, വചനം പഠിക്കുവാൻ വേണ്ടി മാത്രമല്ല, അത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ അതൊരു ഭാഗമായെങ്കിൽ മാത്രമേ അത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ പിശാച് കടന്നു വരുമ്പോൾ അവനെ പരാജയപ്പെടുത്തി മുൻപോട്ട് ചുവട് വെച്ചു പോകുവാൻ ആമേൻ ഒരു ദൈവ പൈതലിനെ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ സാത്താൻ ദുരുപയോഗം ചെയ്ത തിരുവെഴുത്തുകളെ ചെറുക്കുവാൻ ഹല്ലേലൂയ ആമേൻ യേശു ആമേൻ തിരുവെഴുത്ത് ശരിയായ നിലയിൽ വ്യാഖ്യാനിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ബൈബിളിനെ കുറിച്ച് ശരിയായ അറിവിനായി ഗ്രാഹ്യത്തിനായി തിരുവെഴുത്തുകളെ ഹല്ലേലൂയ തിരുവെഴുത്തുകളുമായി ഹല്ലേലൂയ താരതമ്യം ചെയ്ത് പഠിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഏതൊരു തിരുവെഴുത്തും ആമേൻ അതിൻ്റെതായ സന്ദർഭത്തെയും സാഹചര്യത്തെയും മനസ്സിലാക്കി എന്ത് ചെയ്യണം? പഠിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. ആമേൻ. അതേ ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഹല്ലേലൂയ അതിന്റെ ഒരു ഭാഗമാണ് കർത്താവായ യേശു സാത്താൻ പരീക്ഷിച്ചപ്പോൾ എന്ത് ചെയ്തത്? ഉദ്ധരിച്ചത്. ഹല്ലേലൂയ. ആമേൻ. അതേ 4-ാം അധ്യായം 7-ാം വാക്യം ആമേൻ ഇങ്ങനല്ലേ നമ്മൾ വായിച്ചത്? യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 6-ാം അധ്യായം 16-ാം വാക്യം എന്താ നമ്മൾ വായിച്ചത്? മസയിൽ വെച്ച് ഹല്ലേലൂയ അല്ലേ? ആമേൻ. മസയിൽ വെച്ച് ആമേൻ നിങ്ങൾ ആമേൻ പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്ത് ചെയ്യരുത്? പരീക്ഷിക്കരുത്. ഹല്ലേലൂയ. അവിടെ ആരാണ് യഹോവയെ പരീക്ഷിച്ചത്? ഹല്ലേലൂയ. അതെ നിങ്ങൾ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ജനത്തെയാണ്. ഹല്ലേലൂയ. ദൈവജനമാണെങ്കിലും അവർ ദൈവത്തെ എന്ത് ചെയ്തു? പരീക്ഷിച്ചു. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ ഇനിയും ആമേൻ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് ആമേൻ ഭക്തൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അതേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ പിശാച് പരീക്ഷിക്കുവാനായി കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞത് ആമേൻ എന്താണ്? ആമേൻ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. മസയിലെ സംഭവം ദൈവത്തെ പരീക്ഷിക്കുന്നതിന്റെ ആമേൻ അതെ അർത്ഥം വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിൽ എത്തി പാളയമിറങ്ങി
അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. നോക്കണമേ, ഇസ്രായേൽ മക്കളുടെ ഒരു സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. എവിടുന്ന പുറപ്പെടുന്നത്? മരുഭൂമിയിൽ നിന്നാണ്. ഹല്ലേലൂയ. യഹോവയുടെ കൽപ്പന പ്രകാരം അവരെങ്ങനെയാ പുറപ്പെട്ടത്? സീൻ മരുഭൂമിയിൽ നിന്ന് യഹോവയുടെ കൽപ്പന പ്രകാരമാണ്. ഹല്ലേലൂയ. അതെ, ആ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദിമിൽ എത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ എന്ത് ചെയ്തില്ല? വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കൽപ്പിച്ചു. നോക്കണമേ, ദൈവത്തെ ആമേൻ ആശ്രയിക്കുവാൻ തയ്യാറായ ജനം. എവിടെ കിടന്ന ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറായ കഷ്ടതയുടെ നടുവിൽ അവര് നിലവിളിച്ചു. ആ നിലവിളി കേട്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ്, അവരുടെ വേദനകൾ അറിഞ്ഞ് അവരുടെ ഇടയിലേക്ക് അതേ മോശയിലൂടെ ഇറങ്ങി വന്ന ദൈവം, ഹല്ലേലൂയ, അവരുടെ കഷ്ടതയ്ക്കകത്ത് നിന്ന്, അവരുടെ വേദനയ്ക്കകത്ത് നിന്ന്, അവരുടെ നിലവിളിക്കകത്ത് നിന്ന്, അവരുടെ പ്രതികൂലത്തിനകത്ത് നിന്ന് ആമേൻ അവരെ കൈപിടിച്ചുയർത്തി മുമ്പോട്ട് നയിപ്പാൻ തക്കവണ്ണം ശക്തരായ ദൈവം കൊടുത്ത കൽപ്പന പ്രകാരം അവർ പ്രയാണം ചെയ്ത് രഫീദീമിലെത്തിയപ്പോൾ ഹല്ലേലൂയ അവിടെ കുടിപ്പാൻ വെള്ളമില്ലായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ മോശയോട് ആമേൻ അതെ ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു. ആമേൻ. ആരെ കലഹിച്ച്? കഷ്ടതയിൽ കിടന്ന്, വേദനയിൽ കിടന്ന്, ആമേൻ നിരാശയിൽ കിടന്ന് നിലവിളിച്ച ജനം അവരുടെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന് അവരെ മുമ്പോട്ട് നയിക്കുവാൻ അതെ ശക്തനായ ദൈവം ആക്കി വെച്ച, അല്ലെങ്കിൽ ദൈവത്താൽ നിയോഗം പ്രാപിച്ച് അവരെ മുമ്പോട്ട് നയിക്കുവാൻ അതെ സമർപ്പിക്കപ്പെട്ട മോശക്കെതിരെ എന്ത് ചെയ്യുന്നത്? കലഹമുണ്ടാക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതെ, കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. നോക്കണമേ, മിസ്രയീമിൽ വെച്ച് ജനം ഹല്ലേലൂയ മോശയ്ക്കെതിരെ കലഹിച്ചപ്പോൾ മോശ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ യഹോവയെ പരീക്ഷിക്കുന്നത്? ഹല്ലേലൂയ. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചത് കൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഇപ്പൊ കലഹം മാറി പിറുപിറുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ലൈവിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, അന്ന് മിസ്രയീമിൽ വെച്ച് കഷ്ടതയുടെ നടുവിൽ നിലവിളിച്ച ജനത്തെ മരുഭൂമിയിലൂടെ മുമ്പോട്ട് നയിക്കുന്ന ദൈവത്തോടും ദൈവമാക്കി വെച്ച ആമേൻ അതെ മോശയോടും കലഹിച്ചതുപോലെ പിറുപിറുത്തതുപോലെ ദൈവം മാനവരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി ഈ ഭൂമിയിൽ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ അതെ നൽകപ്പെട്ട യേശു എന്ന നാമം, ഹല്ലേലൂയ, ആ നാമത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അനേകർ ഇന്ന് പിറുപിറുക്കുന്നത് കാണുവാൻ കഴിയുന്നു. ആ നാമത്തിൽ ആമേൻ ആയിരിക്കുന്ന ആമേൻ ജനതയുടെ നടുവിൽ ആമേൻ ശുശ്രൂഷിക്കുവാൻ ആക്കി വെച്ച ആമേൻ ദൈവദാസന്മാർക്കെതിരെ കലഹിക്കുന്നവരെ കാണുവാൻ കഴിയുന്നു, പിറുപിറുക്കുന്നവരെ കാണുവാൻ കഴിയുന്നു. അന്ന് ആമേൻ കഷ്ടതയുടെ നടുവിൽ കിടന്ന ജനതയുടെ കണ്ണുനീര് കണ്ട് സങ്കടങ്ങൾ അറിഞ്ഞ് അവരുടെ നിലവിളി കേട്ട് അവരെ മുമ്പോട്ട് നയിക്കുവാൻ അതെ ഞാനാകുന്നുവെന്ന് പറഞ്ഞ് മോശയിലൂടെ മുമ്പോട്ട് നയിച്ച ദൈവത്തോടും മോശയോടും കലഹിക്കുന്ന പിറുപിറുക്കുന്ന ജനതയെ പോലെ ഇന്നും പിറുപിറുക്കുന്ന കലഹിക്കുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്തു ചെയ്യണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് കലഹിച്ചു, രണ്ട് പിറുപിറുത്ത് ഇപ്പോഴിതാ കല്ലെറിയുവാൻ പോകുന്നു. ഹല്ലേലൂയ. ആരാണ് കല്ലെറിയുവാൻ പോകുന്നത്? കഷ്ടതയുടെ നടുവിൽ നിലവിളിച്ച ആ ജനതയുടെ നിലവിളി അതെ കേട്ട സ്വർഗത്തിലെ ദൈവം അവരെ ആ കഷ്ടതയ്ക്കകത്തു നിന്ന് മുമ്പോട്ട് നയിപ്പാനായി അവരുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന മോശക്കെതിരെയാണ് കലഹമുണ്ടാക്കുന്നത്, പിറുപിറുക്കുന്നത്, അതെ ഇപ്പോൾ കല്ലെറിയുവാൻ തക്കവണ്ണം തയ്യാറാകുന്നത്. ഇന്ന് രാത്രി അഭിഷക്തനെ, നിന്റെ ജീവിതത്തിൽ ആമേൻ നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്കെതിരെ കലഹിക്കുന്നവരുണ്ടാകാം, നിനക്കെതിരെ പിറുപിറുക്കുന്നവരുണ്ടാകാം, ആമേൻ നിനക്കെതിരെ ആമേൻ അതെ കല്ലെടുത്ത് നിൽക്കുന്നവരുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. അതേ മോശ യഹോവയോട്
നിലവിളിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റേതല്ലാത്ത കാരണത്തിന് വേണ്ടി നിലവിളിക്കേണ്ട ഒരു സാഹചര്യം നിനക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, ആമേൻ, നിന്നോട് കൂടെ ഒരുവനുണ്ട്. ആമേൻ, നിനക്ക് വേണ്ടിയല്ല, ആമേൻ, കഷ്ടപ്പെടുന്ന ആ ജനതയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുത്ത് ആമേൻ ഒഴിവൊരു കഴിവ് പറഞ്ഞ് മാറാൻ ശ്രമിച്ചിട്ടും അതെ മാറ്റമില്ലാത്തവൻ ഞാനാകുന്നുവെന്ന് പറഞ്ഞ് ആമേൻ ഈ ശുശ്രൂഷ അതെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ വിശ്വസ്തനെന്ന് എണ്ണി നിന്നെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് നിനക്കെതിരെ ഓങ്ങുന്നവരുടെ, നിനക്കെതിരെ വിരൽ ചൂണ്ടുന്നവരെ, നിനക്കെതിരെ പിറുപിറുക്കുന്നവരെ, നിനക്കെതിരെ കലഹമുണ്ടാക്കുന്നവരെ ഹല്ലേലൂയ അത് ഭയന്നിരിക്കുവാൻ ഇടയാകാതെ ശക്തിയോടെ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം നിന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഓ കർത്താവ് ഹല്ലേലൂയ, അവന്റെ മുമ്പിൽ അവനെ പരീക്ഷിക്കുവാൻ വന്ന പിശാചിനെ പരാജയപ്പെടുത്തിയത് ആമേൻ വചനം കൊണ്ടാണ്. ഹല്ലേലൂയ, എഴുതിയ വചനം കൊണ്ടാണ്. ഹല്ലേലൂയ. രാത്രി ഞാനും നിങ്ങൾ വായിക്കുന്ന, ഞാനും നിങ്ങൾ ഗ്രഹിക്കുന്ന, ഞാനും നിങ്ങൾ ശ്രദ്ധിക്കുന്ന വചനം ആത്മാവിനെ എഴുതിയ വചനമാണെങ്കിൽ ഹല്ലേലൂയ അവന്റെ മുമ്പിൽ പിശാച് പരാജയപ്പെടും. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. യഹോവ മോശയോട് ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുമ്പാകെ കടന്നു പോകാം. ഹല്ലേലൂയ. ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുക മോശ അങ്ങനെ ചെയ്തു. ഹല്ലേലൂയ. അഭിഷക്തനെ, നിന്നെ കല്ലെറിയാൻ നോക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ അതെ പരിഹസിക്കുവാൻ പിറുപിറുത്ത് ആമേൻ നിന്നെ അതെ കലഹമുണ്ടാക്കി ഒതുക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ നിന്നോട് കൂടെ അതെ നിൽപ്പാൻ ചിലരെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവരുമായി ഒരുമിച്ച് നിൽക്കുന്നിടത്ത് ദൈവം തന്നിരിക്കുന്ന കൃപയിൽ നീ ആശ്രയിച്ച് ആമേൻ നീ ശുശ്രൂഷിക്കുമ്പോൾ ഹല്ലേലൂയ ഈ കൃപായുഗത്തിൽ ആമേൻ അതെ ജനത്തിന് കുടിപ്പാനുള്ള അതെ ജലം ഹല്ലേലൂയ അന്ന് മോശയുടെ ആമേൻ അതെ ശുശ്രൂഷയുടെ സമയത്ത് ഹല്ലേലൂയ ആമേൻ അതെ ജലം അവർക്ക് ലഭിപ്പാൻ തക്കവണ്ണം കർത്താവ് പ്രവർത്തിച്ചതുപോലെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അഭിഷക്തനെ, ഞാനും നീയും പതറാതെ നിൽക്കുവാൻ, എന്നെ നിങ്ങളെ ചോദ്യം ചെയ്ത് ഒതുക്കാൻ നോക്കുന്ന ആമേൻ അതെ പിറുപിറുത്ത് മിണ്ടാതാക്കാൻ നോക്കുന്ന, കലഹമുണ്ടാക്കി ഒതുക്കാൻ നോക്കുന്നവ ദേശത്ത് ആമേൻ അതെ മാനിപ്പാൻ ശക്തനായവനാ വിളിച്ചിരിക്കുന്നത്, വേർതിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ടെന്നേ, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. ഹല്ലേലൂയ. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നുവെന്ന്, ഞാൻ നിന്നെ സഹായിക്കുമെന്ന്. ഇന്ന് രാത്രി എന്നെ നിങ്ങളെ സഹായിപ്പാൻ ശക്തനായവൻ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ കലഹ നിമിത്തവും ആമേൻ യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടയോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മിസ്ര ആമേൻ അതിന്റെ അർത്ഥം പരീക്ഷ എന്നും മെരീബ കലഹമെന്നും പേരിട്ടു. നോക്കിക്കേ ഹല്ലേലൂയ. എങ്ങനെയാണ് ഇസ്രായേൽ ജനം ദൈവത്തെ പരീക്ഷിച്ചത്? ഹല്ലേലൂയ. ആമേൻ. അവരുടെ കഷ്ടതയുടെ നടുവിൽ അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് അവരെ മുമ്പോട്ട് കൊണ്ടുവരുന്ന ജനം ഹല്ലേലൂയ മരുഭൂമിയിൽ അല്പം വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഹല്ലേലൂയ അതേ മോശയ്ക്കെതിരെ പിറുപിറുത്തും കലഹമുണ്ടാക്കി കല്ലെടുത്തെറിയാൻ നോക്കി. ഹല്ലേലൂയ. അങ്ങനെയാണ് ആമേൻ മിസ്രയിൽ വെച്ച് ജനം ദൈവത്തെ പരീക്ഷിച്ചത്. ഹല്ലേലൂയ. ആമേൻ. യേശു അവനോട് നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്നും വീണ്ടും എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ മുമ്പ് ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് ജനത്തോട് പറഞ്ഞെങ്കിൽ ഇവിടെ ഇതാ ഹല്ലേലൂയ ആരാ ആമേൻ ജനത്തോട് പറഞ്ഞത്? മോശയാണ്. നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത്. ഹല്ലേലൂയ. അന്ന് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ജനത്തെ മുമ്പോട്ട് നയിപ്പാൻ ദൈവമാക്കി വെച്ച മോശയാണ് സംസാരിച്ചതെങ്കിൽ ഇവിടെ ഇതാ ഹല്ലേലൂയ അതെ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം
ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിച്ച് 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച യേശു കർത്താവ് 30 വയസ്സിന് ശേഷം ദേവാലയ ശുശ്രൂഷയ്ക്കായി മുന്നോട്ട് വരുമ്പോൾ അവൻ പുതിയ നിയമ ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് മുന്നോടിയായി ആത്മനിയോഗം പ്രാപിച്ച് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് പരീക്ഷകൻ വന്ന് ആദ്യത്തെ ആദാമിനെ പരാജയപ്പെടുത്തിയതുപോലെ ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിനെ പരാജയപ്പെടുത്തുവാനായി പരീക്ഷകൻ വന്നപ്പോൾ പരീക്ഷകനെ കർത്താവ് പരാജയപ്പെടുത്തിയത് വചനം കൊണ്ടാണ്. ഹല്ലേലൂയ. എഴുതപ്പെട്ട വചനം കൊണ്ടാണ്. ഹല്ലേലൂയ. ആ എഴുതപ്പെട്ട വചനം ദൈവശക്തിയായി കർത്താവ് പറഞ്ഞപ്പോൾ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന വചനം വിശ്വസിച്ച് ആര് അത് ഏറ്റ് പറയുമോ, ആര് കൽപ്പിക്കുമോ, അവിടെ അത് ദൈവശക്തിയായി വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. അത് രോഗമാകട്ടെ, അത് ഭാരമാകട്ടെ, അത് തകർച്ചയാകട്ടെ, അത് വെല്ലുവിളിയാകട്ടെ, ഏത് മേഖലയായാലും എഴുതപ്പെട്ട വചനം റീമയായി വെളിപ്പെടുവാൻ, അത് ദൈവശക്തിയായി വെളിപ്പെടുവാൻ തക്കവണ്ണം ഉൾനട്ട ജീവന്റെ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ക്രിസ്തു ജീവനുള്ള വചനമാ. ഹല്ലേലൂയ. അവൻ ദൈവവചനമാ. ഹല്ലേലൂയ. അവൻ മനുഷ്യനായി തീർന്നു. മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ഇപ്പോൾ എന്നേക്കും ജീവിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ലിഖിത വചനമാണ് വിശുദ്ധ ബൈബിൾ. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ യേശു ക്രിസ്തു അതിൽ നിന്ന് ഉദ്ധരിച്ച 2000 വർഷങ്ങൾക്ക് മുമ്പുള്ളതുപോലെ ഇന്നും ആ വചനം ശക്തിയുള്ളതായി ഉച്ചരിക്കുന്നിടത്ത് അതതിന്റെ നിലയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ആകാശം മാറിയാലും ഭൂമി മാറിയാലും 2000 വർഷങ്ങൾക്കപ്പുറം ജനിച്ച കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ സ്ഥാപകനായി ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ അവൻ ആത്മനിറവോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് വരുമ്പോൾ അവനെ പരാജയപ്പെടുത്തുവാൻ അവന്റെ മുമ്പിൽ തന്ത്രവുമായി വചനം ദുർവ്യാഖ്യാനം ചെയ്ത് വന്നപ്പോൾ ആ വചനത്തെ ശരിയായ നിലയിൽ വ്യാഖ്യാനിച്ച് അവനെ മിണ്ടാതാക്കുവാൻ, അവനെ പരാജയപ്പെടുത്തുവാൻ ദൈവമയച്ച യേശുവിനെ ശക്തീകരിച്ച ദൈവം ഇന്ന് രാത്രി അഭിഷേകനെ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ ദേശത്ത് നീ പ്രാപിച്ച അഭിഷേകത്തെ ചോദ്യം ചെയ്യുന്ന, നീ പ്രാപിച്ച ശുശ്രൂഷയെ മുൻപോട്ട് ചെയ്യുവാൻ അനുവദിക്കാതെ നിനക്കെതിരെ പിറുവെറുക്കുന്ന, നിനക്കെതിരെ കലഹമുണ്ടാക്കുന്ന, നിനക്കെതിരെ കല്ലെടുക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മുമ്പിൽ നിന്നോട് കൂടെ ഇരുന്ന് ഈ അന്ത്യകാലത്ത് വചനത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തി ദൈവസഭയെ ഉറപ്പിക്കുവാൻ ദൈവം ശക്തിയുള്ളവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി. ഹല്ലേലൂയ. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സത്യമഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവിശ്വാസത്തിന്റെ ദുഷ്ടഹൃദയം, ഹല്ലേലൂയ, ദൈവവചനം, ഹല്ലേലൂയ, ജീവനും ചൈതന്യവും ഉള്ളതാണ്. ഹല്ലേലൂയ. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും അത് മൂർച്ചയേറിയതാണ്. ഹല്ലേലൂയ. പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹല്ലേലൂയ. പിശാച് യേശു കർത്താവിന്റെ മുമ്പിൽ നിന്ന് അവനെ പരാജയപ്പെടുത്തുവാൻ തന്ത്രപൂർവം കടന്നു വന്നപ്പോൾ അവന്റെ ഹൃദയ വികാരങ്ങളെ വിവേചിച്ചുകൊണ്ട് അവനെ അമ്പയെ പരാജയപ്പെടുത്തുവാൻ ജീവന്റെ വചനമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്ന ക്രിസ്തു അവനെ പരാജയപ്പെടുത്തുവാൻ വചനം ദുർവ്യാഖ്യാനമായി ഉപയോഗിച്ചവനെ മിണ്ടാതാക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ, ഹല്ലേലൂയ, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ട് നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. അപ്പം വചനത്തിന്റെ മുമ്പിൽ എല്ലാം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ശരിയായ
നിലയിൽ ആര് വചനം ശുശ്രൂഷിക്കുന്നുവോ, ശരിയായ നിലയിൽ എവിടെ വചനം പ്രസംഗിക്കുന്നുവോ അവിടെ പിശാച് പരാജയപ്പെടുവാൻ, അവന്റെ പ്രവർത്തികൾ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആത്മനിറമുള്ളവൻ എവിടെ നിന്നിട്ടുണ്ടോ അവിടെ പിശാച് ആമേൻ വിറയ്ക്കുവാൻ, പിശാച് പരാജയപ്പെടുവാൻ ആമേൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് കടന്നുപോയ ഊരുകളിലെല്ലാം പിശാച് അലറി വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നിന്നിൽ ആത്മാവുണ്ടോ? നീ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കുന്നവനാണോ? നീ വചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിക്കുന്നവനാണോ? ആരാധിക്കുന്നവനാണോ? നീ ആയിരിക്കുന്ന ദേശത്ത്, നീ പാർക്കുന്ന ഭവനത്തില്, രാജ്യത്ത് പിശാച് വിറയ്ക്കുവാൻ, പിശാച് ഇളകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഇളകി മറയുന്ന പിശാച് അതേ പരാജയപ്പെടുത്തുവാൻ നോക്കുമ്പോൾ ആമേൻ അവനെ പരാജയപ്പെടുത്തി ആമേൻ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ആമേൻ ദൈവപുത്രനായി ക്രിസ്തുവിനോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ച ദൈവം. ഹല്ലേലൂയ. ആമേൻ. ഹേ മരണമേ, ആമേൻ നിൻ ജയം എവിടെ? ആമേൻ. അതേ മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ വിജയത്തിന്റെ വെന്നിക്കൊടി പാടി ആമേൻ സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഹല്ലേലൂയ. പാപത്തിന്റെ അതേ വഞ്ചനയിലൂടെ ആമേൻ കഠിനമാക്കപ്പെട്ട ഹൃദയത്തിന് ഉടമകളായി ഹല്ലേലൂയ മാനവരാശി മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ മാറ്റപ്പെട്ട മാനവരാശിയെ നിർമ്മല ഹൃദയത്തിന് ഉടമകളാക്കി മാറ്റുവാൻ ജീവന്റെ വചനമായി ക്രിസ്തു മനുഷ്യനായി ഇവിടെ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ വചനം ആമേൻ നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റി. ആമേൻ ഇന്ന് രാത്രിയിലും വ്യക്തി ജീവിതങ്ങളെ അത് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ സൂക്ഷിക്കുകയും. ഹല്ലേലൂയ. ഉണ്ടാകാതിരിപ്പാൻ നോക്കുകയും. ഹല്ലേലൂയ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. അപ്പൊ ഈ വചനം എന്തിനു വേണ്ടിയുള്ളതാ? അന്യോന്യം പ്രബോധിപ്പിക്കുവാനുള്ളതാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിൽ നിന്ന് ആമേൻ മറച്ചു വെക്കാനാവില്ല എന്ന് എഴുത്തുകാരൻ ഹല്ലേലൂയ ആവർത്തിച്ച് ആമേൻ അതേ ദൈവസഭയ്ക്ക് ആമേൻ എഴുതുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അതാണ് ആമേൻ ദൈവത്തിന്റെ വചനം ആന്തരിക മനുഷ്യനെ തുറന്നു കാട്ടുന്നതാകുന്നുവെന്ന്. ഹല്ലേലൂയ. തന്റെ വചനം നൽകിയ ദൈവം ആമേൻ തന്റെ ആമേൻ വിശ്രമത്തിലേക്ക് ആരെയാണ് സ്വീകരിക്കേണ്ടതെന്നും ആരെയാണ് അകറ്റി നിർത്തേണ്ടതെന്നും ഹല്ലേലൂയ അറിയുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രിയരെ, ദൈവത്തിന്റെ ആ ലിഖിത വചനത്തിൽ നിന്ന് ഹല്ലേലൂയ എത്രമാത്രം ഞാനും നിങ്ങളും അതെ ശ്രദ്ധയോടുകൂടെ പഠിക്കുവാനും അത് വായിച്ച് ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തയ്യാറാകും. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധ ബൈബിളിൽ ആമേൻ എന്റെയും അതെ നിങ്ങളുടെയും അതെ ജീവിതത്തിന്റെ ഹല്ലേലൂയ സമസ്ത മേഖലകളിൽ ഹല്ലേലൂയ ഞാനും നിങ്ങളും പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. ആമേൻ. ഞാനും നിങ്ങളും പോകുന്നിടത്തല്ല ഹല്ലേലൂയ അത് കൊണ്ടുപോകുവാൻ ആമേൻ അത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ വായിക്കുവാൻ ഗ്രഹിക്കുവാൻ ഹല്ലേലൂയ അത് ധ്യാനിപ്പാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. ഹല്ലേലൂയ. ആമേൻ. അതെ രാവും പകലും അത് ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ആരെ വിഴുങ്ങെഴുതുന്ന അലറിക്കൊണ്ട് നടക്കുന്ന ഊടാടി സഞ്ചരിക്കുന്ന അതെ ആ സിംഹമായ പിശാച് ഹല്ലേലൂയ അലറിക്കൊണ്ട് നടക്കുന്ന സിംഹം എന്നാ പറയുന്നത് പത്രോസിന്റെ ഭാഷയിൽ. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, സ്നാനപ്പെട്ട ഹല്ലേലൂയ അഭിഷേകത്തിന്റെ നിറവിൽ കത്തി നിൽക്കുന്ന ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന യേശുവിനെ പരീക്ഷിക്കാൻ അവൻ തയ്യാറായ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുവിനെ പരീക്ഷിക്കുവാൻ അത് പിശാച് തയ്യാറായെങ്കിൽ ഭക്തനായ ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ ഹല്ലേലൂയ ആമേൻ അവന്റെ ദേഹമാസകലം ആമേൻ പരുക്കൾ ആമേൻ ബാധിച്ച് ഹല്ലേലൂയ അവന്റെ നന്മയെ അപകരിച്ച് അവന്റെ തലമുറകളെ നാശത്തിലേക്ക് തള്ളിയിട്ട് ഹല്ലേലൂയ അവന്റെ ഭാര്യയെ കൊണ്ട് ആമേൻ അതെ ആ ദൈവഹിതമല്ലാത്തത് സംസാരിപ്പിച്ച് ഹല്ലേലൂയ അതെ ആ ഭക്തനായ ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ തയ്യാറായ ദുഷ്ടപിശാച്. ഹല്ലേലൂയ.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ ഒരു അഭിഷക്തനാണ്, നീ ഒരു അഭിഷേകമുള്ള ദൈവ പൈതലാണ്. ഉന്നതമായി വിളി കേട്ട് ഇറങ്ങി തിരിച്ച് ദൈവപ്രവൃത്തിയുടെ ഭാഗമാക്കാകുവാൻ ദൈവം വിശ്വസ്തനെ നൽകി ആമേൻ ദൈവിക വേലയ്ക്ക് വേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആമേൻ ഒരു മാതാവോ പിതാവോ സഹോദരിയോ യവനക്കാരനോ യവനക്കാരിയോ അഭിഷക്തനോ ആരുമാണോ, ഹല്ലേലൂയ, നിനക്കെതിരെ പോരാട്ടമുണ്ട്. ഹല്ലേലൂയ, നിനക്കെതിരെ പരീക്ഷകൻ ആമേൻ അവൻ കടന്നു വരും. ഹല്ലേലൂയ, അവൻ ഒരുപക്ഷെ പിറുപിറുപ്പുണ്ടാക്കും. ഹല്ലേലൂയ, അവൻ ഒരുപക്ഷെ കലകമുണ്ടാക്കും. ഹല്ലേലൂയ, ഒരുപക്ഷെ അവൻ കല്ലെടുപ്പിക്കും. ഹല്ലേലൂയ, ആമേൻ. അതെ, സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകനായ ശലോമോന്റെ സദൃശ്യവാക്യങ്ങൾ. ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേക വചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യ അഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സദുപദേശം സമ്പാദിപ്പാനും സദൃശ്യവാക്യങ്ങളും അലങ്കാര വചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും ഇവ ഉതകുന്നു. ഹല്ലേലൂയ, ആമേൻ. അതെ, ജ്ഞാനികളുടെ ജ്ഞാനി എന്ന് അറിയപ്പെടുന്ന അതെ ശലോമോൻ, ഹല്ലേലൂയ, എഴുതിയിരിക്കുന്ന വചനങ്ങൾ വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. ഹല്ലേലൂയ, ജ്ഞാനവും പ്രബോധനവും ആമേൻ വകതിരിവും പരിജ്ഞാനവും നീതിയും ന്യായവും നേരും ആമേൻ അല്പബുദ്ധികൾ സൂക്ഷ്മബുദ്ധിയാകാൻ. ഹല്ലേലൂയ, അതെ, പരിജ്ഞാനമുള്ളവരാകാൻ. ഹല്ലേലൂയ, ജ്ഞാനി കേട്ടിട്ട് വിദ്യാവൃത്തി പ്രാപിപ്പാനും ഒക്കെ ഉതകുന്നതാണ് എന്ന് സത്യവേദ പുസ്തകം അതെ നമ്മെ പഠിപ്പിച്ചു. അത് എഴുതിയിരിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ, അതിന് ഇമ്പോർട്ടന്റ് കൊടുത്ത് ജീവിക്കുവാൻ, അതനുസരിക്കുവാൻ ആര് തയ്യാറാകും? അവർ ഹല്ലേലൂയ വകതിരിവ് പ്രാപിക്കും, നേരോടെ ജീവിക്കുവാൻ അതെ വിശേഷ ജ്ഞാനം ഹല്ലേലൂയ ആമേൻ അതെ പരിജ്ഞാനമുള്ളവരായി ഹല്ലേലൂയ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരുവനെ സഹായിക്കാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ, അത് വിശുദ്ധ തിരുവെഴുത്തുകളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവവചനം ആമേൻ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ എഴുതാനും അത് നിങ്ങളുടെ അതെ എന്റെയും നിങ്ങളുടെയും ഓർമ്മയിൽ സൂക്ഷിക്കാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ആവശ്യ ഘട്ടങ്ങളിൽ ഏത് പ്രതികൂലത്തിന് നടുവിലാകട്ടെ, ഏത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലാകട്ടെ, ഏത് തകർച്ചയുടെ അനുഭവത്തിലാകട്ടെ, ഏത് വെല്ലുവിളിയുടെ നടുവിലാകട്ടെ, ഹല്ലേലൂയ, തിരമാലകൾ ഒന്നിനു പുറകെ ഓരോന്നായി ഉയർന്നു പൊങ്ങി പടകിന് നേരെ ആഞ്ഞടിച്ച് പടകിനെ മുക്കുവാൻ അതെ ഈശാന മൂലമാകുന്ന കാറ്റുകൾ ഉയർന്നു പൊങ്ങി അതെ പടകിന് നേരെ തിരമാലകൾ ആഞ്ഞടിച്ചതുപോലെ ഇന്ന് രാത്രി അഭിഷക്തനെ ദൈവ പൈതലേ, മാതാവേ, പിതാവേ, നിന്റെ നേരെ ഉയർന്നു പോകുന്ന പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോ ഹല്ലേലൂയ അതിന്റെ നടുവിൽ ഹല്ലേലൂയ അതെ പിശാചിനെ പരാജയപ്പെടുത്തുവാൻ ദൈവവചനം എഴുതപ്പെട്ടത് ആമേൻ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് നൽകി തരുമ്പോൾ ഹല്ലേലൂയ ആ വചനം ഹല്ലേലൂയ ദുർവാഖ്യാനം ചെയ്യാതെ അത് അതിൻ്റെതായ നിലയിൽ ഉച്ചരിക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ അത് എടുത്തുപയോഗിക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ ആമേൻ അതെ ഞാനും നിങ്ങളും ഹല്ലേലൂയ വിജയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതെ എന്നെ നിങ്ങളെ ഒതുക്കാൻ നോക്കുന്ന ദുഷ്ട പിശാച് അമ്പെ പരാജയപ്പെടുന്നത് കാണുവാൻ നമ്മുടെ കണ്ണുകൾക്ക് ദൈവം അവസരമൊരുക്കും. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. അങ്ങനെ ഈ ഭൂമിയിൽ ഒരു അഭിഷക്തൻ എന്ന നിലയിൽ ഹല്ലേലൂയ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ഞാനും നിങ്ങളും ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഞാൻ നിങ്ങൾ പരാജയപ്പെടാതെ ജയാളിയായി മുമ്പോട്ട് ജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതിയ വചനങ്ങൾ വളരെ ശ്രദ്ധയോടെ അമ്മ വായിച്ച് ഗ്രഹിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. യോശുവയോട് പറഞ്ഞു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും നിന്റെ നേരെ ഒരുത്തിനും നിൽക്കാത്തതില്ല. ഹല്ലേലൂയ. നീ വലത്തോട്ടോ ഇടത്തോട്ടോ ഇത് വിട്ടു പോകരുത്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകത്തിനകത്ത് ഇന്ന് ഞാൻ നിന്നോട് പറഞ്ഞ ഈ വചനം ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ
ഇതനുസരിച്ചാൽ ഈ അനുഗ്രഹമെല്ലാം സിദ്ധിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാണ് ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗീയ പിതാവേ, ഞങ്ങളെ നീ വാഴ്ത്തും, ഞങ്ങളെ നീ സ്തുതിക്കും. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാണ് ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുകയാണ്. കർത്താവേ, അഭിഷക്തനായ അങ്ങയുടെ ദാസന്റെ നേരെ പിശാച് പരീക്ഷിപ്പാൻ കടന്നു വന്നപ്പോൾ, പരാജയപ്പെടുത്തുവാൻ കടന്നു വന്നപ്പോൾ, പരാജയപ്പെടാതെ ജയാളിയായി ജീവിക്കുവാൻ ഉതകുമാറ് ഉയരത്തിൽ അഭിഷേകത്താൽ വചനത്തിന്റെ ആ ശരിയായ നിലയിൽ ആമീൻ പിശാചിനെ പരാജയപ്പെടുത്തി അത് ജയാളിയായി ജീവിക്കുവാൻ ഉതകുമാറ് പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അങ്ങയുടെ ദാസനോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രി ജയകരമായ ജീവിതം നയിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ആത്മാവിനാൽ എഴുതിയ വചനം ശ്രദ്ധിച്ച് അത് അനുസരിച്ച് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം. പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം അൻപുള്ള പിതാവേ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുവദിച്ചാൽ നാളെ വീട്ടിൽ നടക്കുന്ന ആരാധന നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു.